മലബാർ റിവർ ഫെസ്റ്റിവൽ 2024 ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻ. നിങ്ങൾ കണ്ടീനോ, കേട്ടീനോ, പോയിനോ, നോക്കീനോ? ഒന്നുമില്ലല്ലേ. ഇത് എവിടെ നടന്നതെന്നല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ, കോടഞ്ചേരി പഞ്ചായത്തിലും തിരുവമ്പാടി പഞ്ചായത്തിലും ഒരു ഇന്റർനാഷണൽ മത്സരം നമ്മുടെ നാട്ടിൽ നടന്നിട്ട്, നമ്മുടെ നാടിൻ്റെ മലയോര പ്രദേശങ്ങളിൽ നടന്നിട്ട് ആരും പോയില്ല എന്ന് പറഞ്ഞാൽ മോശമാട്ടോ. അതുകൊണ്ടാണ് ഞാൻ പോയി വീഡിയോ എടുത്ത് അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാണ്. 3 സ്ഥലങ്ങളിലായിട്ടാണ് കേട്ടോ പരിപാടി നടന്നത്. ആദ്യത്തെ ദിവസം തന്നെ മാറ്റി ഇറങ്ങി താമരശ്ശേരി എത്തിയ സമയത്താണ് അറിയുന്നത് അന്നത്തെ ദിവസം നടക്കുന്നത് കുറ്റ്യാടിയിലാണെന്ന്. കുറ്റ്യാടി എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. അവിടെ എത്തുമ്പോഴേക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞു പോകുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അന്ന് പോയില്ല. പിറ്റേത്തെ ദിവസം നടന്നത് കോടഞ്ചേരി പഞ്ചായത്തിൽ നിന്നാണ്. അന്നും പോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പിറ്റേന്ന് നടക്കുന്നത് തിരുവമ്പാടി പഞ്ചായത്താണ്. അന്ന് നേരെ വിട്ടു നമ്മൾ തിരുവമ്പാടി എത്തി. അത് കേടുന്ന നേരെ പുല്ലൂരാമ്പാറ ഏകദേശം പുലിക്കയം ഭാഗത്തെത്തി. അവിടുന്ന് ഈ റോഡിന് നേരെ പോയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പീക്ക് ടൈമിൽ അവിടെ എത്തില്ല. സ്റ്റാർട്ടിങ്ങിൽ എത്താൻ കഴിഞ്ഞില്ല, കുറച്ച് വൈകിപ്പോയി. എത്തിയപ്പോൾ കണ്ടപ്പോൾ ദൃശ്യമാണ് കേട്ടോ ഇതൊക്കെ. ഈ ഒരു എന്താ പറയുക, മലവെള്ളപ്പാച്ചിൽ തന്നെ പറയുക. കല്ലുകൾക്കിടയിലൂടെ കീറി മുറിച്ചുകൊണ്ട് എന്ത് അപകടം സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലത്തുകൂടെയൊക്കെ തുഴഞ്ഞു പോകുന്ന ആൾക്കാരുടെ ധൈര്യത്തെ സമ്മതിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദൃശ്യങ്ങൾ നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും അത്ര രസമല്ല കേട്ടോ. കാരണം നമ്മൾ ഈ കല്ലുമല കൂടെ എപ്പോഴും വൈക്കലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ എങ്ങാനും വീണ് പോയാൽ പിന്നെ ജീവൻ കിട്ടുമോ തന്നെ അറിയില്ല. അമ്മാതിരി സ്ഥലങ്ങളാണ്. അപ്പോൾ അതിലൂടെ കയാക്കിംഗ് നടത്തുന്നവർ നമ്മൾ ശരിക്കും അഭിനന്ദിക്കേണ്ടതാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടുകാരൊന്നും അല്ല, ഇൻ്റർനാഷണൽ താരങ്ങളാണ്. കുറേ പുറത്തുനിന്നുള്ള രാജ്യങ്ങൾ. അന്നത്തെ ന്യൂസ് പേപ്പറൊക്കെ വായിച്ചു നോക്കിയാറ് നോർവേക്കാരത്തേക്കാണ് ഫസ്റ്റ് അടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ന്യൂസിലാൻഡുകാരത്തേക്കാണ് സെക്കൻഡ്. അപ്പോൾ ഇവരൊക്കെ അത്രയും അവിടെ നിന്നെങ്ങാനും പുറം രാജ്യത്തു നിന്ന് വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ കയാക്കിങ് ചെയ്ത് ഫസ്റ്റും സെക്കൻഡൊക്കെ വാങ്ങുന്ന സമയത്ത് ഇത്രയും നല്ലൊരു സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നാട്ടുകാരായിട്ടുള്ള ആൾക്കാർക്ക് ഇതിന് പ്രാക്ടീസും കാര്യമൊന്നും കൊടുത്തില്ല. എന്താണ് പറയുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫിനിഷിംഗ് പോയിൻ്റ് കാണുന്നതാണ്. അപ്പോൾ അവിടേക്ക് ഏകദേശം ഞങ്ങൾ അവിടുന്ന് കണ്ട് നേരെ വന്നപ്പോഴേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ആൾക്കാർ. എന്നിരുന്നാലും കുറച്ച് ആൾക്കാരൊക്കെ എത്താനുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ. കാണികളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ടീം അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആദ്യം എത്തുക എന്നുള്ളതൊന്നും അല്ല എന്ന് തോന്നുന്നു. ഇതിൽ മറ്റ് പല നിയമങ്ങളും ആണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവരും പതിയെ വരുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ വീഴാതെ പിടിച്ച് നിന്നുകൊണ്ട് എത്തുന്നതിനൊക്കെയാണ് ഫസ്റ്റ് അടിക്കാമെന്നൊക്കെ, അങ്ങനെ പോയിൻ്റ് നിലവാരം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ദൃശ്യങ്ങൾ കാണാൻ ഭയങ്കര രസമാണ് അല്ലേ. ഓളങ്ങളെ തഴുകിയിട്ട് എന്താ പറയുക, ഒരുപാട് സാഹിത്യത്തിലൂടെയൊക്കെ പറയാനുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു കൈവീശി കാണിക്കുന്നുണ്ട്. അവിടെ നേരെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകാൻ പാലത്തിൻ്റെ അടിയിലൂടെ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ അവസാന ദിവസമാണ് കേട്ടോ ഇന്ന്. അത് തിരുവമ്പാടി പഞ്ചായത്തിൽ വെച്ചിട്ട് മിനിസ്റ്റർ വരുന്നുണ്ട് സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മുടെ പാലാപ്പള്ളി ടീമിൻ്റെ ഗാനമേളയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ്, രാത്രി ആയതിനു ശേഷമാണ് ഗാനമേളയൊക്കെ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പായിട്ടുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ കണ്ട് ഒറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് പതിയെ ആളുകൾ ഇവിടെ പറഞ്ഞു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമ്മൾ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ.
മത്സരങ്ങളിൽ പങ്കെടുത്ത വിദേശ താരങ്ങളൊക്കെ അണിനിരന്ന് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ സമ്മാനം വാങ്ങാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഏകദേശം പോകാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എപ്പോഴും പറയുമ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സി യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, താങ്ക് യു.